തെങ്ങിൽ കയറാതെ കള്ള് ചെത്താൻ സ്റ്റാർട്ടപ്പ് കമ്പനി വികസിപ്പിച്ച സാപ്പർ ചെത്ത് മെഷീൻ വിപണിയിൽ ഇറക്കും മുമ്പ് 100-ലേറെ ഓർഡറുകൾ ലഭിച്ചു. തൃശൂർ കോക്കനട്ട് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടേതാണ് 100-എണ്ണത്തിന്റെ ഓർഡർ. മലേഷ്യൻ കമ്പനിക്കുള്ള 5 ഉടനെ അയക്കും. കമ്പനിയുടെ കുട്ടനല്ലൂരിലെ തോപ്പിൽ 2 മാസമായി നീര ചെത്തുന്ന 4 മെഷീനുകളുടെയും പ്രവർത്തനം ഉഷാറാണ്. പരീക്ഷണങ്ങളുടെ അന്തിമഘട്ടത്തിലാണ് സാപ്പർ. വാണിജ്യോൽപാദനം 2 മാസത്തിനുള്ളിൽ തുടങ്ങും. ഫിലിപ്പീൻസ്, ശ്രീലങ്ക, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും അന്വേഷണമുണ്ട്. 2016 തുടങ്ങിയ കൊച്ചി മേക്കർ വില്ലേജിലെ നവ ഡിസൈൻ ആൻഡ് ഇന്നോവേഷൻസ് ആണ് സാപ്പറിന് പിന്നിൽ. സമാന ഉൽപ്പന്നങ്ങളുടെ കരുത്തിൽ നവയ്ക്ക് കഴിഞ്ഞ വർഷം ഏഞ്ചൽ ഫണ്ടിങ്ങും ലഭിച്ചിരുന്നു. സൗരോർജ്ജ രംഗത്തുള്ള തൃശൂരിലെ ഹൈക്കോൺ ഇന്ത്യയുടെ ക്രിസ്റ്റോ ജോർജും പ്രവാസി വ്യവസായിയായ മനോജ് വി രാമനുമാണ് നിക്ഷേപകർ. 20 കോടിയോളം രൂപയാണ് കമ്പനി മൂല്യം. 2020 ദേശീയ സ്റ്റാർട്ടപ്പ് അവാർഡും സാപ്പറിന് ലഭിച്ചിട്ടുണ്ട്. സാപ്പർ എന്ന് പേരിട്ട ചെത്ത് മെഷീൻ ചെറിയൊരു റോബോട്ടാണെന്ന് പറയാം. പ്രോഗ്രാം അനുസരിച്ച് പ്രവർത്തിച്ചോളും. മെഷീൻ കുലയിൽ ഘടിപ്പിക്കാനും മാറ്റിവെക്കാനും മാത്രം തെങ്ങിൽ കയറിയാൽ മതി. കല്ല് ട്യൂബിലൂടെ താഴെ എത്തും. കല്ലിനാണ് ചെത്തുന്നതെങ്കിൽ ദിവസം 1 പ്രാവശ്യം മറ്റൊരു ട്യൂബിലൂടെ ചൂടുവെള്ളം കയറ്റിവിട്ട് കഴുകണം. നീരയ്ക്കാണെങ്കിൽ 2 തവണയും. സ്മാർട്ട് ഫോണിൽ നിയന്ത്രിക്കാം. 10 മെഷീന് 1 മാസത്തേക്ക് 1 യൂണിറ്റ് വൈദ്യുതിയാണ് ചിലവ്. സാപ്പറിലെ ബാറ്ററി ചാർജ് ചെയ്യാനാണ് വൈദ്യുതി. വേണമെങ്കിൽ സോളാർ പാനലും ഘടിപ്പിക്കാം. കുറഞ്ഞത് 5 വർഷം പ്രവർത്തിക്കും. വില 25,000 രൂപയാണ്. മലേഷ്യയിലേക്കുള്ള മെഷീന് 25,000 രൂപയാണ് വിലയിട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ വില ഇത്രയും വരില്ല. സബ്സിഡി ലഭിക്കാനും സാധ്യതയുണ്ട്. കല്ല് വ്യവസായത്തിന് ഉചിതമാണ് ഈ മെഷീൻ. ചെത്താൻ ആളെ കിട്ടാത്ത പ്രശ്നത്തിന് പരിഹാരമാണ് സാപ്പർ. നിയമ ഭേദഗതികൾ വരുത്തിയാൽ ഒരാൾക്ക് കൂടുതൽ തെങ്ങുകൾ ചെത്താം. കർഷകർക്ക് നല്ല വരുമാനവും ലഭിക്കും. തെങ്ങ് കൃഷിയുള്ള 28 വിദേശ രാജ്യങ്ങളിൽ സാപ്പറിന് പേറ്റന്റ് എടുത്തിട്ടുമുണ്ട്. തൃശൂർ കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ. നീര 2015 മുതൽ ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചു വരികയാണ്. കോവിഡ് കാലത്തൊഴിച്ച് ബാക്കി എല്ലാ കാലഘട്ടത്തിലും ഞങ്ങൾ തുടർച്ചയായി നീര ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തി വരുന്നു. തുടക്കത്തിൽ ഞങ്ങൾ തൃശ്ശൂരിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതെങ്കിൽ ഇന്ന് അതിൻ്റെ വിപണനം എറണാകുളം മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിച്ച് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇതിൻ്റെ ഒരുപാട് പരീക്ഷണങ്ങൾ ഞങ്ങൾ നടത്തുകയുണ്ടായി. ആ പരീക്ഷണങ്ങളിൽ അവസാനപ്പോൾ ഞങ്ങൾ വിജയം കണ്ടിരിക്കുകയാണ്. പാസ്ചറൈസ് ചെയ്ത് പ്രത്യേക അനുപാതത്തിൽ പാസ്ചറൈസ് ചെയ്യുന്ന പക്ഷം അത് കേടുകൂടാതെ 1 വർഷത്തോളം ഇരിക്കാൻ കഴിയുമെന്നൊരു ടെക്നോളജി ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ആ ടെക്നോളജി ഉപയോഗിച്ചപ്പോൾ ഞങ്ങൾ പാസ്ചറൈസ് ചെയ്ത് നേരെ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വിപ്ലവകരമായൊരു നേട്ടമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു തെങ്ങിൽ നിന്ന് ഞങ്ങൾ ഒരു കർഷകന് 1000 രൂപ മുതൽ 3000 രൂപ വരെ മാസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കർഷകന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു വരുമാനം ആണ് ഇത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇതേമാതിരി എല്ലാ നാളികേര ഉൽപ്പാദക കമ്പനികളും നീര ഉൽപ്പാദിപ്പിക്കുകയും ഈ മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ട് നീരയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് അതാണിപ്പോൾ ഇന്ന് ഏറ്റവും വലിയ പ്രശ്നമായി നിൽക്കുന്നത്. ആ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ കഴിഞ്ഞാൽ ഈ നീരയുടെ വിലയും കുറച്ച് വിൽക്കാൻ കഴിയും. അതൊരു വലിയ വിപ്ലവകരമായ ഒരു മുന്നേറ്റം. അത് ധാരാളം സാർവത്രികമായിട്ട് ഇത് എല്ലാ കടകളിലും വിൽക്കാനും കഴിയുന്ന രീതിയിലേക്ക് ഞങ്ങൾ ഈ സംവിധാനം ഉയർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.